ഞാനിപ്പോൾ ഈ സ്റ്റെപ്പും കയറി ടെറസിൻ്റെ മണ്ടയ്ക്ക് എന്തിനാണ് കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവില്ലേ. ഇവിടെ എന്നെ കാത്ത് 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ദാ ഇവരെന്നെ നമ്മുടെ നക്ഷു അച്ചമ്മയും. നമ്മുടെ മാവുമത്തെ മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പൊട്ടിച്ചെടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുപോലും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചമ്മ അതിസാഹസികമായിട്ട് ആദ്യത്തെ മാങ്ങ കൈയോടെ തന്നെ പൊട്ടിച്ച് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ബക്കറ്റ് നിറയ്ക്കണം ഗൈസ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല പഴുത്തൊരു പേരക്ക നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കേട്ടോ. അത് പൊട്ടിച്ച് അച്ചമ്മ നക്ഷുമോന് കഴുകി കൊടുത്തു. അവനത് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ ഇരുന്നപ്പോൾ അതാ അണ്ണാങ്കുഞ്ഞിനെ പോലൊക്കെ കടിച്ചു മുറിച്ച് താഴേക്ക് ഇടുകയാണ്. അവസാനം ആ പേരക്കെടുത്ത് ഒരൊറ്റ കയറും. പിന്നെ അത് കൊണ്ടുപോയി കഴുകി ഞാൻ കഴിച്ചു. അവനത് വേണ്ട. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ മാങ്ങ പൊട്ടിക്കൽ ഇവിടെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അച്ചമ്മ ഈ മാങ്ങ പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ. കാരണം അച്ചമ്മേനെ വെച്ച മാവാണത്. അമ്മയ്ക്കിതിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം അമ്മ അത് കുറേ ആയിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. കണ്ടില്ലേ പൊട്ടിക്കുന്ന ആ സ്റ്റൈലൊക്കെ, ഒരൊറ്റ വലിയിൽ തന്നെ മാങ്ങ ഇങ്ങ് പോരും. അമ്മ മാങ്ങ വലിക്കുന്നു, ഞാൻ മാങ്ങ പറക്കി എടുത്ത് വെക്കുന്നു. ഇതായിരുന്നു നമ്മുടെ പരിപാടി. ഇതിൻ്റെ ഇടയിൽ നക്ഷമ അവിടെ തകൃതിയായിട്ട് ഓടി നടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മണ്ടയിലായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ട്. കണ്ടില്ലേ എന്ത് എക്സ്പീരിയൻസോടെയാണ് ആ മാങ്ങ പൊട്ടിച്ചിടുന്നതെന്ന്. അങ്ങനെ മാങ്ങ താഴേക്ക് വരുമ്പോൾ ഞാൻ പറക്കി ബക്കറ്റിലേക്ക് ഇടും. എൻ്റെ ഈ ക്യാമറ പിടുത്തവും ഒറ്റക്കൈ കൊണ്ടുള്ള മാങ്ങ പറക്കലൊക്കെ കണ്ടിട്ട് അമ്മ ഓടി വന്നിട്ട് ആ ബതിൽ നിന്ന് മാങ്ങ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇടാൻ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനാണ് ഞാൻ പറഞ്ഞില്ലേ നക്ഷുവിൻ്റെ തകൃതിയായിട്ടുള്ള കളി. ആ കളിയുടെ ഭാഗമായിട്ടാണ് ആ കൊത്തിയ മാങ്ങി ആ കേട് വന്ന മാങ്ങയൊക്കെ അതിൽ കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മറ്റാൾ വന്ന് മാങ്ങയുടെ വെയിറ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അതിട്ട് ആ ബക്കറ്റ് വെക്കാനായി നോക്കലായി. അത് നടപടിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും മാങ്ങ എടുത്തു. അതെടുത്ത് കുറച്ച് നേരം കളിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഒരൊറ്റ ഏറ് അവൻ അത് മടുത്തേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവനൊന്ന് കൈ പിടിച്ച് നടത്തിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേരും കുറച്ച് നേരം കൈ പിടിച്ച് അവിടെ നടന്നു. ആ നടത്തം മതിയായപ്പോൾ പുള്ളി അവിടെ ഒരൊറ്റ ഇരിപ്പ്. ആ ഇരിപ്പിനോടത്ത് നീറ്റ് ഒറ്റയ്ക്ക് നടന്ന് പോയി അവൻ്റെ അച്ഛമ്മോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് കേട്ട് നോക്ക്. അവനിപ്പോൾ ഈ പറഞ്ഞു കൂട്ടി എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ആ ബക്കറ്റിൻ്റെ അടുത്ത് എന്തേ ചെന്നിരിക്കുന്നത് നോക്കിയപ്പോൾ അതാ അവിടെ കിടന്നൊരു പൂട്ടൊക്കെ എടുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവനിത് എന്താണാവോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ടെറസിൻ്റെ മേലേക്ക് കയറിയത് അവന് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. അവന് കുറേ നടക്കാനും ഇതിനൊക്കെ പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷമാണ് ആൾക്ക്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ മാങ്ങ പൊട്ടിക്കലൊക്കെ ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളതൊക്കെ പച്ച മാങ്ങയാണ്, അത് നമുക്ക് അടുത്ത റൗണ്ടിൽ പൊട്ടിക്കാം. അങ്ങനെ അവസാനം മാങ്ങയും പറക്കി അച്ചമ്മ കയറി. അതിൻ്റെ ഇടയിൽ നക്ഷമ ഇത്രേ കിട്ടിയുള്ളൂ പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അയ്യോ ഇത്ര തോനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ബക്കറ്റും പൊക്കി താഴെ പോകട്ടോ. നല്ല രസമല്ലേ ഈവനിങ് നമ്മുടെ വീടിൻ്റെ മേലേക്ക് കയറി ഇതുപോലെ എല്ലാവരും കൂടി ഇരിക്കാനും ഓരോന്നും ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് നക്ഷമോൻ എടുക്കാൻ പോയപ്പോൾ അവന് ഇവിടുന്ന് വരാൻ തീരെ ഇഷ്ടമില്ല. പിന്നെ ഒരു വിധത്തിൽ അവനെ തട്ടി പൊക്കി എടുത്തു.